ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. സ്വാഗത പ്രസംഗം ശ്രീമാൻ പ്രകാശ് അവർ. പ്രിയമുള്ളവരെ, നവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ പരീക്ഷയിൽ SSLCക്കും +2-നും ഉജ്ജ്വലമായ വിജയമാർജിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ വേദിയിലും സദസ്സിലുമായി എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് നല്ല വ്യക്തിത്വവും ആത്മധൈര്യവുമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിനായി ഇന്ന് നമ്മളിവിടെ നടത്തിയ ട്രെയിനിങ് പോലെയുള്ള ട്രെയിനിങ്ങുകളും ഇതുപോലെയുള്ള അനുമോദന ചടങ്ങുകളും നമ്മൾ നടത്തി വരാറുണ്ട്. ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി വിശദമായി നിങ്ങളോട് സംസാരിക്കുവാനായി അധികാരപ്പെട്ട വ്യക്തികൾ ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ ട്രസ്റ്റിൻ്റെ മുഖ്യ സംഘാടകനും ഈ വേദിയിൽ അധ്യക്ഷനുമായ ശ്രീ ഷംസുദ്ദീൻ സാർ അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഫ്ലവേഴ്സ് ചാനലിൽ കൂടി നമുക്കൊക്കെ സുപരിചിതയായ ഗായിക ശ്രീമതി വീണ വേണുഗോപാൽ മാഡമാണ്. മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നിർദ്ദേശങ്ങൾ പകർന്നു നൽകുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് കാക്കനാട് വ്യാസവിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പാളായ പ്രൊഫസർ രാജലക്ഷ്മി മാഡമാണ്. മാഡത്തെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനും വിഷണറിയും ട്രെയിനറും നമുക്കൊക്കെ പ്രിയങ്കരനുമായ ശ്രീ ബിപിൻ സാർ കാലടി, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി ഈ വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളെയും കൃതജ്ഞത അർപ്പിക്കുന്നതിനായി എത്തിയിരിക്കുന്ന സിദ്ദിഖ് സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബഹുമാനപ്പെട്ട അധ്യാപകരെയും നല്ലവരായ നാട്ടുകാരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അലങ്കരിക്കുവാനായി ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.